നമസ്കാരം. ഞാൻ വിജീഷുള്ളൂ. നമുക്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, വരും ദിവസങ്ങളായാലും നമുക്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിനെ നമുക്ക് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. കറണ്ട് ട്രെൻഡ് എന്താണ്? കറണ്ട് ട്രെൻഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നത് നിഫ്റ്റി ആയാലും 22,400 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും വരും ദിവസങ്ങളിൽ ഒരു ബൈ മൊമെന്റത്തിന്റെ ഒരു സാധ്യത നമ്മൾ പറഞ്ഞിരുന്നു. നിഫ്റ്റി ആയാലും കഴിഞ്ഞ ദിവസം ഒരു ക്ലോസിങ് എപ്പോഴും ശ്രദ്ധിക്കണം. ക്ലോസിങ് 22,400 മുകളിലായിരുന്നു നിഫ്റ്റിയുടെ ക്ലോസിങ്. കഴിഞ്ഞ ദിവസം തന്നെ ഒരു ബൈയുടെ ഒരു സെന്റിമെന്റ് തന്നിട്ടാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ലോവർ ലെവലുള്ള ഒരു സപ്പോർട്ടുകളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് സപ്പോർട്ടുകളായിട്ട് നമ്മൾ നൽകി. നമ്മളിവിടെ തുടർച്ചയായിട്ടൊരു സപ്പോർട്ട് നൽകിയിരിക്കുന്നത് എന്തുകൊണ്ടാണെങ്കിൽ നിഫ്റ്റിയിലായാലും ഇൻ കേസ് ബൈയുടെ ഓപ്പർച്യൂണിറ്റി വന്നാൽ മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിഫ്റ്റിയിൽ ഇന്നത്തെ ഒരു ഓപ്പണിംഗ് ശ്രദ്ധിക്കാം. ഇന്നത്തെ ഒരു ഓപ്പണിംഗ് 22,330 ഒരു മുകളിലായിരുന്നു. 350 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തു. അതിനുശേഷം 350 മുകളിലേക്ക് തന്നെ സസ്റ്റെയിൻ ചെയ്താൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാമെന്നാണ് നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. നമ്മൾ ഈ ഒരു ലെവലിൽ ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് എല്ലാം ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകിയിരുന്നത്. 22,350 കൂടി മുകളിലേക്ക് ബ്രേക്ക് ചെയ്തു. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്പ് മൂവ്മെന്റ് ആയിരുന്നു. പിന്നെ മാർക്കറ്റിൽ കണ്ടിരുന്നത് 22,420 റെസിസ്റ്റൻസ്. 420 അടുത്തുനിന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരാനായിട്ട് ശ്രമിച്ചു. പക്ഷെ വീണ്ടും മുകളിലേക്ക് ബ്രേക്ക് ചെയ്തു. അതിനുശേഷമായാലും 22,476 നമ്മൾ റെസിസ്റ്റൻസ് നൽകിയിരിക്കുന്നത്. വന്നിരിക്കുന്ന ഹൈ 22,475. അപ്പോൾ എക്സാക്റ്റ് ആയിട്ട് റെസിസ്റ്റൻസ് വരെ പോയി. അതിനുശേഷം വലിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു. അതിനുശേഷം ഒരു ഹൈ വോളറ്റാലിറ്റി ആണ് കണ്ടിരുന്നത്. വീണ്ടും സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് തിരിച്ചു കയറിക്കൊണ്ട് 22,476 റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തു. അതിന്റെ മുകളിലേക്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്തു. മാത്രമല്ല 505 റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തു. 505 റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത ക്യാൻഡിൽ ശ്രദ്ധിക്കുക. ആ ഒരു ക്യാൻഡിലിന്റെ താഴത്തേക്ക് നിഫ്റ്റി വന്നിരുന്നില്ല. അപ്പൊ നിഫ്റ്റിയിലായാലും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒരിക്കലും ഈ ഒരു ലെവലിൽ നിന്നൊന്നും ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി അല്ല, ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ബൈയുടെ ഒരു കണ്ടിന്യൂഷൻ ആണ് മാർക്കറ്റിൽ ഇത് സൂചിപ്പിക്കുന്നത്. അപ്പൊ നിഫ്റ്റിയിലായാലും ഇപ്പോഴത്തെ ഈ ഒരു കറണ്ട് ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് നമുക്ക് മാനേജ് ചെയ്യേണ്ടത്? നിഫ്റ്റി ആയാലും ഇന്ന് 22,625 പുതിയ ഹൈ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പൊ നിഫ്റ്റി ആയാലും സപ്പോർട്ടിന്റെ മുകളിലാണ് നിഫ്റ്റി ആയാലും ഇപ്പോൾ സസ്റ്റെയിൻ ചെയ്ത് നിലനിൽക്കുന്നത്. അപ്പൊ നിഫ്റ്റിക്കായാലും ഇനി ഹയർ ലെവൽ റെസിസ്റ്റൻസ് ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്ക് നോക്കാം. ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ആയാലും ഹയർ ലെവൽ റെസിസ്റ്റൻസ് ഈ ഒരു ഏരിയ ആണ്. ഹയർ ലെവൽ റെസിസ്റ്റൻസ് ഈ ഹൈ എത്തുന്നതിനെക്കാട്ടി മുൻപ് തന്നെ ആയിട്ട് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തു തുടങ്ങും. അതായത് 22,700 ആ ഒരു റേഞ്ചിൽ എക്സാക്റ്റ് ആയിട്ട് നമുക്ക് ഇൻട്രാഡേ ലെവലിൽ കാണിച്ചു തരാം. അപ്പൊ ആ ഒരു റേഞ്ചിൽ നിന്ന് തന്നെ സെല്ലിന്റെ ഒരു പ്രഷർ വന്നു തുടങ്ങും. നിഫ്റ്റിക്കായാലും ഈ ഒരു ലെവലിൽ എത്തുമ്പോൾ ഇനി ശ്രദ്ധിക്കുക. ഇപ്പൊ ഡെയിലി ടൈം ഫ്രെയിമിലായാലും നിഫ്റ്റി ബൈ സെന്റിമെന്റിലാണ് നിലനിൽക്കുന്നത്. ഡിപ്പിൽ വന്നാലും മാർക്കറ്റ് തിരിച്ചു കയറുന്ന രീതിയിലാണ് നിഫ്റ്റിയിലെ ഇപ്പോഴത്തെ ഒരു സെന്റിമെന്റിൽ കാണുന്നത്. പക്ഷെ എക്സാക്റ്റ് ആയിട്ട് റൈറ്റ് ഒരു സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കണം എപ്പോഴും ബൈര ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. സപ്പോർട്ടിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു ബൈര ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി ആയാലും എക്സാക്റ്റ് ആയിട്ട് റെസിസ്റ്റൻസിന്റെ അടുത്തുനിന്ന് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസിന്റെ അടുത്തുനിന്നൊക്കെ ആ ഒരു ഫാള് വന്നിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇപ്പോൾ എപ്പോഴും നമ്മൾ റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ് നൽകുന്നത്. നമുക്ക് വരും ദിവസങ്ങളിൽ നിഫ്റ്റിനെ മാനേജ് ചെയ്യുമ്പോൾ ഏതാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് നമുക്ക് നോക്കാം. നിഫ്റ്റിയിലും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് കാണുന്നത് 22,566 സപ്പോർട്ട് കാണുന്നത്. അപ്പോൾ ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു സപ്പോർട്ടിലാണ്. ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. 22,566 സപ്പോർട്ട് ഹോൾഡ് ചെയ്തിട്ടാണെങ്കിൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റിക്കാണ് സാധ്യത. ഇൻ കേസ് ഇതിന്റെ ഒരു താഴെ ഒരു ഓപ്പണിംഗ് വന്നു ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി വന്നാലും ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. തൊട്ടടുത്ത് സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. 22,475 സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം 22,425 സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഇതൊക്കെ നിഫ്റ്റിയിൽ ബൗൺസ് ചെയ്യാനായിട്ട് സാധ്യമായിട്ടുള്ള ഒരു സപ്പോർട്ടുകളാണ് വരുന്നത്. ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആകുന്ന ഒരു സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കാം. സപ്പോർട്ടിന്റെ ഒരു താഴെയാണെങ്കിൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി അഗ്രസീവായിട്ട് യൂട്ടിലൈസ് ചെയ്യരുത്. ഷോർട്ട് സെല്ലിന് മാത്രം ഇമ്പോർട്ടൻറ്റ് നൽകുക. ഇതിന്റെ റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ മാത്രം ബൈയുടെ ഓപ്പർച്യൂണിറ്റി ഇമ്പോർട്ടൻറ്റ് നൽകാം. ഇൻ കേസ് ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തിട്ടാണ് നിലനിൽക്കുന്നതെങ്കിൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ നിഫ്റ്റിയിലായാലും
ഹയർ ലെവൽ ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് 22,615 ഒരു മുകളിലാണെങ്കിലും ബൈക്കാണ് സാധ്യത. ബൈർ ഓപ്പർച്യൂണിറ്റിക്ക് ഇമ്പോർട്ടൻറ്റ് നൽകാവുന്നതാണ്. പക്ഷെ തൊട്ടടുത്ത റെസിസ്റ്റൻസ് കാണുന്നുണ്ട് 640. ഇവിടെ തൊട്ടടുത്ത റെസിസ്റ്റൻസ് ഇട്ടിട്ടുണ്ട്. കാരണം ഈ ഒരു റേഞ്ചിൽ ചിലപ്പോൾ ഒരു സൈഡ് വേസ് മൊമെന്റത്തിന് സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്താൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അടുത്ത റെസിസ്റ്റൻസ് 705 അപ്പോൾ 705 മുകളിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കണം. റെസിസ്റ്റൻസ് ഏരിയ ഇനി 700 മുകളിലാണ് കാണുന്നത്. 22,705, 22,755 ഈ ഒരു ലെവലിലേക്ക് അടുത്തെത്തുമ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയകളാണ് വരുന്നത്. നിഫ്റ്റിയിലും ഇത്തരം സപ്പോർട്ടുകൾ അനുസരിച്ച് ട്രേഡ് ചെയ്ത എക്സാക്ട് ആയിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നത്തെ ഒരു ഓപ്പണിംഗ് ശ്രദ്ധിക്കുക. എക്സാക്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന സപ്പോർട്ടിലാണ്, ഇമ്പോർട്ടന്റ് സപ്പോർട്ടിലാണ് ലോവർ ലെവലിൽ നിന്ന് ആ ഒരു ബൗൺസ് വന്നത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം സപ്പോർട്ടിലാണോ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി അഗ്രസീവായിട്ട് യൂട്ടിലൈസ് ചെയ്യരുത്. ബൈക്ക് മാത്രം ഇമ്പോർട്ടൻറ്റ് നൽകുക. 48,140 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നു. 47,960 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നു. സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബൈ സിഗ്നലാണ്. എപ്പോഴും മനസ്സിലാക്കേണ്ടത് റെസിസ്റ്റൻസിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്ത അഗ്രസീവായിട്ട് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. ഇൻ കേസ് അപ്പോണിന്റെ ഒരു താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ക്വിക്ക് ആയിട്ടുള്ള ഒരു ഫാൾ ആയിരിക്കും മാർക്കറ്റിൽ വരുന്നത്. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകാം. ബാങ്ക് നിഫ്റ്റിനായാലും വരും ദിവസങ്ങളിൽ മാനേജ് ചെയ്യുമ്പോൾ ബാങ്ക് നിഫ്റ്റി ആയാലും ഇനി ഹയർ ലെവലിൽ റെസിസ്റ്റൻസ് ഉണ്ട്, അപ്ഡേറ്റ് ചെയ്യാം. ബാങ്ക് നിഫ്റ്റിയിലും ഹയർ ലെവല് റെസിസ്റ്റൻസ് 49,000 ആണ്. 49,000, 49,050, 49,000 അടുത്തെത്തുമ്പോഴാണ് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ബാങ്ക് നിഫ്റ്റിയിൽ കാണുന്നത്. മാനേജ് ചെയ്യേണ്ടത് എനിക്ക് ഓപ്പൺ ചെയ്തത് 48,665 ഒരു മുകളിലാണെങ്കിൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ചെറിയ ടൈം ഫ്ലോ വലിയ ടൈം ഫ്ലോ ബൈർ ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ യൂട്ടിലൈസ് ചെയ്യാം. 665 ഒരു താഴെയാണ് ഓപ്പണിംഗ് ചെയ്യുന്നതെങ്കിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ചെറിയ ടൈം ഫ്ലോ കിട്ടിയാൽ യൂട്ടിലൈസ് ചെയ്യാം. പക്ഷെ 48,475 സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് നിലനിൽക്കുമ്പോൾ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. വീണ്ടും അതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈലാണ്. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. സപ്പോർട്ടിലാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. സപ്പോർട്ടിന്റെ ഒരു താഴെയാണെങ്കിൽ ഷോർട്ട് സെല്ലിന് മാത്രമാണ് ഇമ്പോർട്ടൻറ്റ് നൽകേണ്ടത്. അടുത്തൊരു സപ്പോർട്ട് എത്തുമ്പോൾ ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക. വീണ്ടും റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുമ്പോൾ ബൈർ ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകുക. എനിക്ക് ഓപ്പൺ ചെയ്യുന്ന വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. റെസിസ്റ്റൻസിന്റെ ഒരു മുകളിലാണെങ്കിൽ ശ്രദ്ധിക്കുക. 49,000 താഴത്തേക്ക് വരാതെ ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. നമുക്ക് ഫിൻ നിഫ്റ്റി നോക്കാം. ഫിൻ നിഫ്റ്റിയും വർക്ക് ചെയ്ത് ശ്രദ്ധിക്കുക. ഫിൻ നിഫ്റ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നത് 21,345. അപ്പൊ ഫിൻ നിഫ്റ്റിയിലെ ഒരു ഓപ്പണിംഗ് ശ്രദ്ധിക്കുക. ഓപ്പണിംഗ് 21,345 മുകളിലായിരുന്നു ഓപ്പണിംഗ് ക്യാൻഡില്. അപ്പോൾ ഫിൻ നിഫ്റ്റി ആയാലും ഇത് എപ്പോഴും ബൈക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകേണ്ടത്. കാരണം 21,395 മുകളിലേക്ക് ഒരു ക്യാൻഡില് ക്ലോസ് ചെയ്തു. പക്ഷെ നമ്മൾ തൊട്ടടുത്ത് റെസിസ്റ്റൻസ് നൽകിയിരുന്നു. കാരണം ഈ ഒരു റെസിസ്റ്റൻസ് ഒക്കെ തൊട്ടടുത്ത് നിലനിൽക്കുമ്പോൾ സൈഡ് വേസ് മൊമെന്റത്തിനാണ് സാധ്യത. എപ്പോഴും ക്വിക്ക് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് റെസിസ്റ്റൻസിന്റെ അടുത്തുനിന്ന് ചെയ്യുന്നത് ഏറ്റവും സേഫ് ആയിരിക്കും. സെല്ല് വന്നിരിക്കുന്ന ഏരിയകളൊക്കെ ശ്രദ്ധിക്കുക. റെസിസ്റ്റൻസിന്റെ അടുത്തുനിന്നാണ് വന്നിരിക്കുന്ന. റെസിസ്റ്റൻസിന്റെ അടുത്തുനിന്നൊക്കെ മാർക്കറ്റിൽ ഒരു പ്രഷർ വന്നിട്ടുണ്ട്. അതിനുശേഷം അതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തു. സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബൈ മൊമെന്റ് ആയിരുന്നു മാർക്കറ്റിൽ കണ്ടിരുന്നത്. നമുക്ക് ഫിൻ നിഫ്റ്റിനെ വരും ദിവസങ്ങളിൽ മാനേജ് ചെയ്യുമ്പോൾ ഏതാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഫിൻ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ഹയർ ലെവലിലേക്ക് 21,700 അടുത്ത് എത്തുമ്പോൾ ശ്രദ്ധിക്കുക. സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ അവിടെയാണ് കാണുന്നത്. 740 റെസിസ്റ്റൻസ് ആണ്. 40 മുകളിൽ സസ്റ്റെയിൻ ചെയ്യാതെ 700 ബ്രേക്ക് ചെയ്ത ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ആണ്. അതുപോലെ തന്നെ 21,610 മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ചെറിയ ടൈം ഫ്ലോ വലിയ ടൈം ഫ്ലോ ബൈർ ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അടുത്ത റെസിസ്റ്റൻസിന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നത് നോക്കാം. പക്ഷേ ഈ ഒരു ലെവലെത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ ആണ്. ഓപ്പൺ ചെയ്യുന്നത് പറയുന്നൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. റെസിസ്റ്റൻസിന്റെ ഒരു താഴെയാണെങ്കിൽ ഷോർട്ട് സെല്ലാണ് സാധ്യത. അടുത്തൊരു സപ്പോർട്ട് 475. അതിനുശേഷം അടുത്ത സപ്പോർട്ട് തൊട്ടടുത്താണ് 450. അതിനുശേഷം 360 സപ്പോർട്ട്. നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിൽ ഇത്ര ലെവൽ ഫോളോ ചെയ്ത് എക്സെട്ര ട്രെൻഡിൽ നിലനിൽക്കുക. മാർക്കറ്റിലെ വലിയ സ്ട്രേറ്റ് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. എല്ലാവരെയും വലിയ ഷെയറുകളും കമ്പനികളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.